ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ദിവസം മെയ് 7, സമയം ഇപ്പോൾ 3:41. ഇന്നത്തെ ദിവസം മോക്ക് ഡ്രിൽ ഉണ്ടാവുന്നതായിരിക്കും. മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്കിപ്പോൾ ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള വാറ് നടക്കാണ്. ഇൻ കേസ് ഇപ്പോൾ ഒരു ഭൂകമ്പമോ അല്ലെങ്കിൽ ഒരു തീപിടുത്തമോ എന്തെങ്കിലും വന്നാൽ തന്നെ നമ്മൾ ജനങ്ങളെ അതിനെപ്പറ്റി എങ്ങനെ അവെയർ ആയിരിക്കണമെന്ന്, ആ ഒരു സാഹചര്യം വന്നാൽ തന്നെ നമ്മൾ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടണം, എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ എടുക്കണം, അതിനെപ്പറ്റി അറിഞ്ഞിരിക്കാനാണ്. സൈറൻ മുഴങ്ങുമ്പോൾ നമ്മളിപ്പോൾ ഓഫീസിലാണോ വീട്ടിലാണോ എവിടെയാണെങ്കിലും ശരി, നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിരിക്കാം. മേളത്തെ നിലയിൽ മാറിയിട്ട് താഴത്തെ നിലയിലേക്ക് ഒരു പുറത്താണെങ്കിൽ നിങ്ങൾ പാർക്കിംഗ് ലോട്ടിലോട്ടോ എവിടെയെങ്കിലും മാറാൻ നോക്കാം. ജനലുകളുടെ സൈഡിൽ മൊബൈലോ ലൈറ്റോ എന്തെങ്കിലും ഇതൊക്കെ എടുത്ത് മാറ്റണം. അതൊന്നും അവിടെ വെക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ സ്ഥിരം പരിപാടിയാണ് ജനലിൻ്റെ സൈഡിൽ ഫോൺ എടുത്ത് വെക്കല്. ലൈറ്റൊക്കെ ഇപ്പോഴും വെച്ചിട്ടുണ്ട്, അതൊക്കെ എടുത്ത് മാറ്റണം. തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളായ ഗ്യാസ്, പിന്നെ വൈദ്യുതി എല്ലാം നമ്മൾ ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ പറയുന്നത് എല്ലാ വീടുകളിലും നമ്മൾ ഫസ്റ്റ് എയ്ഡ് കിറ്റ് റെഡിയാക്കി വെക്കുക എന്നാണ്. അത്യാവശ്യമായിട്ട് എന്തെങ്കിലും വന്നാൽ അതിന് വേണ്ട മെഡിസിൻസ് ഒക്കെ മാറ്റി വെക്കാം. പിന്നെ മുറിവുകളൊക്കെ വന്നാലോ അങ്ങനെയൊക്കെ വേണ്ട എന്തൊക്കെയാണോ അതൊക്കെ ഫസ്റ്റ് എയ്ഡ് കിറ്റ്സ് നമ്മൾ റെഡിയാക്കി വെക്കണം. ചീത്താവാൻ സാധ്യത കുറവുള്ളതാണ് ഡ്രൈ ഫ്രൂട്ട്സ് അല്ലേ, അതൊക്കെ എടുത്ത് നമ്മൾ റെഡിയാക്കി വെക്കാം. പിന്നെ ടോർച്ച് ലൈറ്റ്, അങ്ങനെ അത്യാവശ്യം വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പെറ്റ്സ് ഒക്കെ ആയാലും അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലല്ലോ, എന്താ നടക്കണേന്ന്. സൈറൻ കേൾക്കുമ്പോൾ അവർ പെട്ടെന്ന് പേടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ പവർ ബാങ്ക് ഒക്കെ അതേ കുത്തിയിട്ടായിരുന്നു. പവർ ബാങ്ക് ഇപ്പോൾ ഫുള്ളാവാറായി, ഒരു ഡോട്ട് കൂടി ഉള്ളൂ, ഒന്ന് വേഗം ആയാൽ മതിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സ്ഥിരം വെക്കാറുള്ളതാണ് ലൈറ്റൊക്കെ ഇങ്ങനെ. അതുപോലെയുള്ളവർ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത്, ലൈറ്റും മൊബൈലും ഒന്നും ഇവിടെ വെക്കരുത്. ബാക്കിയുള്ള ഷൂട്ടൊക്കെ ഞാൻ എൻ്റെ ക്യാമറയിലായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഫോണെല്ലാം ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ താഴത്തോട്ട് പോവാം. അപ്പോൾ ഞാനാണെങ്കിൽ താഴത്തോട്ട് വന്ന് ക്യാമറ എടുത്തുകൊണ്ട് ചേച്ചിയൊക്കെ ഇപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇപ്പോൾ തന്നെ 4 മണി ആവാറായി. നിൽക്കും ദേ എന്താണെന്ന് അറിയില്ലാണ്ട് നിൽക്കും ഇങ്ങനെ ഇരിക്കണേത്. ഷോ കേട്ട് തന്നെ പേടിയാവണല്ലേ ചേച്ചി. ജസ്റ്റ് മോക്ക് ഡ്രില്ലാണെങ്കിൽ കൂടി നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കണോണ്ട് നമുക്ക് പേടിയാവുന്നല്ലേ. അതെ അതെ. ഇപ്പം സമയം 4 മണിയായി. ഇതിന് കേൾക്കണണ്ടാ, നമുക്ക് പുറത്ത് പോയിക്കാം. സൗണ്ട് ഒന്നും ഇപ്പോൾ കേൾക്കുന്നില്ല. ഇപ്പോൾ സമയം 4:02. ഇപ്പോൾ കൂടി ആൾക്കാരൊക്കെ പുറത്തിറങ്ങിയെടുപ്പുണ്ട്. ഇതാരും അറിഞ്ഞില്ലേ, നമ്മൾ മാത്രമേ അറിഞ്ഞോളാം. അപ്പോൾ ഫോണൊക്കെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. നമ്മൾ സൈറനൊന്നും കേൾക്കുന്നില്ല. പുറത്ത് ആൾക്കാർ ഡ്രില്ല് ചെയ്യണ സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ. സൈറൻ ഞാൻ കേട്ടില്ല. ഇതാണോ അത്? ട്രെയിനിൻ്റെ സൗണ്ട് അല്ലേ? ഇത് ട്രെയിനേച്ചി വന്നില്ല ഗൈസ്. ഒരു സൈറനും ഒന്നും കേൾക്കുന്നില്ല. നമ്മുടെ മോട്ടറിന്റെ സൗണ്ട് കേട്ടിട്ട് നമ്മൾ ഫോണൊക്കെ ഓഫ് ചെയ്ത് എല്ലാം റെഡിയാക്കാന്നൊക്കെ പറഞ്ഞിരിക്കണായിരുന്നു. സൈറൻ മുഴങ്ങി കഴിഞ്ഞതാണ്, നമ്മളിവിടെ കേട്ടില്ല. അങ്ങനെ തന്നെ പല പല സ്ഥലങ്ങളിലും സൈറൻ കേട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ മോട്ടറിൽ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ എത്ര 4:20 ആവാറായി. എല്ലായിടത്തും സൈറൻ മുഴങ്ങിയെന്നാ പറഞ്ഞത്. ഇപ്പൊ കൂളായിട്ട് ആൾക്കാരൊക്കെ ഈ ഭാഗത്തൊന്നും കേട്ടില്ല. ഇല്ല, കൊല്ലം കോട്ടയൊക്കെ കേട്ടെന്ന് പറയാം. ട്രിവാൻഡ്രം ഒന്നും കേട്ടില്ല. അതെ, എറണാകുളം കേട്ടില്ല. ഞങ്ങളിവിടെ ഒന്നും കേട്ടില്ല. പിന്നെ വയനാടൊന്നും കേട്ടില്ലെന്ന് പറയുന്നു. കഴിഞ്ഞു, ഇത് സൈറൻ മുഴങ്ങി കഴിഞ്ഞു. 3 പ്രാവശ്യം സൈറൻ മുഴങ്ങിയെന്ന് പറഞ്ഞു. 3 പ്രാവശ്യം കേട്ടില്ലല്ലോ. ഇല്ല, നമ്മളെല്ലാം സെറ്റ് ചെയ്ത് അതെല്ലാവരും കേൾക്കാൻ വേണ്ടി പുറത്തേരെ നിൽക്കണായിരുന്നു. എല്ലാ സാധനങ്ങളും പവർ ബാങ്കൊക്കെ ചാർജ് ചെയ്ത് ഫാൻ വരെ ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള വീഡിയോ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമ്മൾ സൈറനൊന്നും കേട്ടില്ല.